അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രി വേളയിൽ അങ്ങ് ഞങ്ങളോട് വാസ്തവമായിട്ട് സംസാരിക്കണമേ. ഈ നോമ്പ് കാലഘട്ടം അതിൻ്റെ എല്ലാ പരിപാവനയോട് ചേർന്ന് ഞങ്ങൾ അതിനെ കൊണ്ടാടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അത് അർത്ഥവും പൊരുളും ലഭിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ പകലിലെ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത് അങ്ങയുടെ മഹത്തായ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനുമാകുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നോമ്പ് കാലഘട്ടം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള സുവർണ്ണ അവസരമാകുന്നു. ശാമ്പൽ ബുധനാഴ്ച തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിൽ 40 ദിവസക്കാലം നാം നോമ്പ് ആചരിക്കുകയും അതിൽ ഈസ്റ്റർ തുടങ്ങി പുറകോട്ട് 10 ദിവസം എണ്ണി 10 പ്രാർത്ഥന നാം കൊണ്ടാടുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണവും നമ്മുടെ നിലപാടുകളുടെയും രീതികളുടെയും കാതലായ മാറ്റവുമാണ് അതിൽ നിർഗമിക്കുന്നത് എന്ന കാര്യം എപ്പോഴും നമ്മുടെ മനോമുഖരങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഏതൊരു മനുഷ്യനിലും ഈഗോ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവരുടെ മനോനില ഉണ്ട്. സൈക്കോളജിസ്റ്റ് സാധാരണ പറയുന്നത് ഒരു മനുഷ്യനിൽ 3 തലത്തിലുള്ള ഈഗോ സ്റ്റേറ്റ് ഉണ്ട് എന്നാണ്. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ അതിന് ഏറ്റക്കുറച്ചിൽ കണ്ടേക്കാം. പക്ഷേ ഏതൊരു വ്യക്തിയിലും ഈ 3 ഈഗോ സ്റ്റേറ്റുകൾ മാറിയും മറിഞ്ഞും സാഹചര്യം പോലെ വന്ന് ഭവിക്കാറുണ്ട്. അതിലൊന്നാമത്തെ ഈഗോ സ്റ്റേറ്റ് ആണ് അഡൾട്ട് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയും, എനിക്ക് ബിസ്ക്കറ്റ് വേണം, ബിസ്ക്കറ്റ് വേണം, വിക്കറ്റ് വേണം, വിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, കുട്ടികളുടെ ഒരു മനോനിലയാണ് നാം സാധാരണ കണക്കാക്കുക. മുതിർന്ന ആളുകളിലും അത് കാണാറുണ്ട്. പ്രായം കുറഞ്ഞ കുട്ടികളിൽ മാത്രമല്ല, മുതിർന്ന ആളുകളിലും ഈ പിടിവാശി വരുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ഒരു ഈഗോ സ്റ്റേറ്റ് ആയിട്ടാണ് സാധാരണഗതിയിൽ സൈക്കോളജിസ്റ്റ് കണക്കാക്കുന്നത്. ഒരു പ്രതിസന്ധിയും പ്രശ്നവും പറയുമ്പോൾ സാരമില്ലാന്നേ, എല്ലാം ശരിയാകും, ഇന്ന് ക്ഷമിക്ക് എന്ന് പറയുന്നത് കുറച്ച് പക്വതയുള്ള അഭിപ്രായ പ്രകടനമാണ്. അതാരാ പറയുന്നത്? അതിന് പറയുന്നത് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. അല്പവും കൂടെ പ്രായമുള്ള പക്വതയുള്ള ഒരു മനോനില അല്ലെങ്കിൽ നിലപാട്, അഭിപ്രായം എന്നൊക്കെ അതിനെ വിവക്ഷിക്കുക. മറ്റൊരു ഈഗോ സ്റ്റേറ്റ് ആണ് പലപ്പോഴും നമ്മളൊക്കെ പറയുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ പോകുമ്പോൾ, സൂക്ഷിച്ച് പോകണം കേട്ടോ, ഇരുട്ടൊക്കെ ആയി ടോർച്ചൊക്കെ തെളിച്ച് പോകണം കേട്ടോ എന്ന് പറയാറുണ്ട്. അതിന് പറയുന്നത് പേരൻ്റൽ ഈഗോ സ്റ്റേറ്റ് എന്ന ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ കരുതൽ. ഈ 3 ഈഗോ സ്റ്റേറ്റും മാറിയും മറിഞ്ഞും ഏതൊരു വ്യക്തിയിലുമുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും കുഞ്ഞുങ്ങളിലും അത് കണ്ടേക്കാം.
ചില കുട്ടികളുടെ അഭിപ്രായ പ്രകടനം കാണുമ്പോൾ നാം പറയും, അയ്യോ വലിയ ആള് വർത്തമാനം പറയുന്ന പോലെ വർത്തമാനം പറയുന്നുവല്ലോ എന്ന് നാം പറയാറുണ്ട്. അപ്പം അത് മാറിയും മറിഞ്ഞും വരാം. ഇത് സാധാരണഗതിയിൽ ഒരു മനുഷ്യ ജീവിതത്തിലുള്ള ഈഗോ സ്റ്റേറ്റ്. എന്നാൽ നാം മറ്റൊരു ഈഗോയെ പറ്റി സാധാരണ പറയാറുണ്ട്. ചില കാര്യങ്ങൾ നാം ഏർപ്പെടുമ്പോൾ പറയുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഈഗോ ആണ് എന്ന് പറയാറുണ്ട്. ആ ഈഗോ അല്ലെങ്കിൽ ആ ദുരഭിമാനം മാറ്റുവാനുള്ള ഒരു അവസരമായിട്ട് ഈ നോമ്പ് കാലഘട്ടം നാം കണ്ടെത്തണം. യഥാർത്ഥത്തിൽ ഈ 10 പ്രാർത്ഥന ഉൾപ്പെടുന്ന ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നമ്മെ നയിക്കേണ്ട ഒന്നാണ്. അതിന് സഹായിക്കുന്ന ഒരു ധ്യാനമാണ് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നിർവഹിക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളണം. എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർത്തു പോവുകയാണ്. അന്നിപ്പോഴും ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന ആളുകൾ, എന്നേക്കാൾ 1 വയസ്സോ അതിൽ കൂടുതലോ ആളുകൾ പ്രായമുള്ള ആൾ വന്നാൽ അപ്പോൾ ചാടി എഴുന്നേൽക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ വീട്ടിലെ നിഷ്കർഷ. ഒരാളുടെ കാല് അബദ്ധവശാൽ നാം ചവിട്ടിയാൽ അല്ലെങ്കിൽ നമ്മുടെ കാല് കൊണ്ടാൽ അപ്പോൾ തന്നെ ആ കാല് തൊട്ട് വന്നിച്ച് നെറ്റിയിൽ വെക്കണമെന്നൊക്കെ അന്ന് പറഞ്ഞ് നൽകിയിരുന്നു. ആരെങ്കിലും മുതിർന്ന ആളുകൾ ഇരുന്നാൽ പോരാ, ഇളയ ആൾ ഇരുന്നാൽ പോലും അവരെ കാല് കവച്ചു വെച്ച് പോകരുത് എന്നുള്ള പ്രമാണവും പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ശീലിച്ച് വന്ന ആളുകളാണ്. ഇന്നും അതിൻ്റെ ആ ബഹുമാനവും ആദരവും നാം കാത്തു സൂക്ഷിക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് അറിയാം. എന്താണ് അപ്രകാരം ചെയ്യാൻ കാരണം? ഭാരതത്തിൽ നാം സാധാരണ ആളുകളെ കാണുമ്പോൾ പാശ്ചാത്യ ലോകത്ത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നാം പരസ്പരം പറയുന്ന ഒരു കാര്യമാണ് കൈകൂപ്പി നമസ്തേ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയും. നമസ്തേ നമസ്കാരം എന്ന് പറയുമ്പോൾ അതിന് ഒരു അർത്ഥമുണ്ട്. അത് വളരെ വലിയ അർത്ഥമാണ് നൽകുക. ഒരു വ്യക്തിയെ കണ്ട് കൈകൂപ്പി നമസ്തേ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുമ്പോൾ അപ്രകാരം പറയുന്ന വ്യക്തി ഇപ്രകാരമാണ് വിശ്വസിച്ച് പറയുന്നത്, നിന്നിൽ ദൈവം വസിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു, അപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് നീ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, മാന്യനാണ്, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള ഒരു രീതി ആണെങ്കിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്മയും എളിമയും അനിവാര്യമായ സംഗതിയാണ്. ഇതിന് ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക. 10 പ്രാർത്ഥന ഉൾപ്പെടുന്ന ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഏത് പ്രസംഗം ചെയ്താലും ആ പ്രസംഗത്തിലൂടെ നാം ധ്യാനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. കർത്താവാണ് നമുക്ക് ഏറ്റവും മഹനീയമായ മാതൃക നൽകി തന്നത്. ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം കൊണ്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്ന്. അതാണ് ക്രിസ്തുവിന്റെ എളിമയുടെ താഴ്മയുടെ ഒരു മാതൃക. മാത്രവുമല്ല, തന്റെ തുവർത്ത് അരയിൽ ചുറ്റി താളത്തിൽ വെള്ളമെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുവാനായിട്ട് തയ്യാറായ ഒരു കർത്താവിന്റെ അനുകരണീയമായ ശുശ്രൂഷ ജീവിതം, മാതൃകാ ജീവിതം മുമ്പിൽ സുശേഷകർ വരച്ചു കാണിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ താഴ്മ എളിമ എന്ന് പറയുന്നത്. ഈ താഴ്മ എളിമ എന്ന് പറയുന്നത് കേവലം സാധാരണഗതിയിൽ കുടിഞ്ഞു നടക്കുന്നത് എളിമയായി താഴ്മയായി ഒരിക്കലും നാം വിചാരിക്കരുത്. അപ്രകാരം നടന്നാൽ കൂന് വർദ്ധിക്കും എന്നതിലുപരിയായിട്ട് സ്വഭാവത്തിൽ യാതൊരു മാറ്റം വരികയില്ല. കുനിഞ്ഞു നടക്കുന്നതോ ആളുകൾ കാണുമ്പോൾ കുമ്പിട്ട് നടക്കുന്നതൊന്നുമല്ല താഴ്മയുടെ എളിമയുടെ
രീതി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആദരവും ബഹുമാനവും പരസ്പര സഹകരണവും പരസ്പര സ്നേഹവുമൊക്കെയാണ് ഈ എളിമയുടെ താഴ്മയുടെ ഏറ്റവും മഹനീയമായ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. മാത്രവുമല്ല, താഴ്മയും എളിമയുമുള്ള ആളുകൾ എപ്പോഴും സേവന സന്നദ്ധരായിരിക്കും. മറ്റുള്ളവരെ സേവനത്തിലൂടെ സഹായിക്കുവാനായിട്ട് കരുതുവാനായിട്ട് എപ്പോഴും സന്നദ്ധരായിരിക്കും എന്നതിനും യാതൊരു സംശയമില്ല. തൻ്റെ വിജയമല്ല, മറ്റുള്ളവന്റെ വിജയത്തിൽ സന്തോഷിക്കുവാനും അപരന്റെ ക്ഷേമത്തിൽ സന്തോഷിക്കുവാനും അതിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എളിമയും താഴ്മയും ഉള്ള ആളുകൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അപരന്റെ കൂട്ടുവിശ്വാസിയുടെ, സഹവിശ്വാസിയുടെ, അയൽക്കാരന്റെ, സഹവാസിയുടെ, സമൂഹത്തിൽ കൂടെ വസിക്കുന്നവരുടെ പരാജയത്തിൽ വിജയാഘാതം നടത്തുവാനായിട്ട് താഴ്മയുള്ള ആളുകൾ, വിനയമുള്ള ആളുകൾ ഒരിക്കലും ശ്രമിക്കാറില്ല. എപ്പോഴും കൂട്ടുവിശ്വാസിയുടെ, സഹവിശ്വാസിയുടെ, കുടുംബത്തിലെ അംഗത്തിന്റെ പരാജയത്തിൽ വേദനിക്കുകയും വിജയം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുവാനായിട്ട് സന്നദ്ധരാകുകയും ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും താഴ്മയും വിനയവും ഉള്ള ആളുകൾ. ഒരിക്കൽ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ MD തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് അവർക്ക് ഒരു നല്ല കുറെ സ്കില്ലുകൾ പഠിപ്പിക്കുവാനായിട്ട് കുറെ ഗെയിംസുകൾ, കളികൾ പറഞ്ഞു നൽകി. അതിൽ ആദ്യത്തെ ഗെയിം കസേര കളി ആയിരുന്നു. കസേര കളി കഴിഞ്ഞിട്ട് എല്ലാ ആളുകളെയും അടുക്കൽ വിളിച്ചിട്ട് ആ MD പ്രകാരം പറഞ്ഞു, ഞാൻ മറ്റൊരു ഗെയിം കൂടെ നൽകുകയാണ്. അത് ഇപ്രകാരമാണ്, ഞാൻ കുറെ ബലൂണുകൾ ഇവിടെ വിരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാലിൽ കെട്ടണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ടൂത്ത് പിക്ക് ഉണ്ട്. അതുമെടുത്ത് ഞാൻ ഒരു സമയം പറയും. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഓടിക്കളിക്കുക ചെയ്യുക. പക്ഷേ എപ്പോഴും നിങ്ങളുടെ കാലിൽ കെട്ടിയ ബലൂൺ പൊട്ടാതിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കൊള്ളണം, ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. രസകരമായ ഈ ഗെയിം കേട്ട ഉടൻ തന്നെ ആ കമ്പനിയിലെ മുഴുവൻ ആളുകളും ഒട്ടും മടിക്കാതെ തങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞതുപോലെ, MD പറഞ്ഞതുപോലെ ബലൂൺ കാലിൽ കെട്ടി കയ്യിൽ ടൂത്ത് പിക്കുമായിട്ട് ആ MD പറഞ്ഞ സമയത്തിനുള്ളിൽ ആ മുറിക്കുള്ളിൽ ഓടിക്കളിക്കുവാനും തുള്ളിച്ചാടുവാനും തുടങ്ങി. തുള്ളിച്ചാടുന്ന മധ്യത്തിൽ, ഓടിക്കളിക്കുന്ന മധ്യത്തിൽ പരസ്പരം കൂട്ടിമുട്ടി പലരുടെയും ബലൂണുകൾ പൊട്ടിപ്പോയി. ഒടുവിൽ MD എല്ലാവരെയും വിളിച്ചു. ബലൂൺ പൊട്ടിപ്പോയ ആളുകൾ എല്ലാവരും മുമ്പോട്ട് വരുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ വിഷണ്ണരായിട്ട്, നിരാശരായിട്ട്, വളരെ പരാജയഭീതിയോടെ അവർ മുമ്പിൽ വന്നു നിന്നു. വീണ്ടും MD വിളിച്ചു. ഇനി ബലൂൺ പൊട്ടാത്ത ആളുകൾ മുമ്പോട്ട് വരുവാനായിട്ട് പറഞ്ഞു. അവരും വളരെ വിജയാഘാതത്തോടെ, വളരെ അഭിമാനത്തോടെ, മറ്റുള്ള ബലൂൺ പൊട്ടിപ്പോയെങ്കിലും ഞാൻ പൊട്ടിച്ചെങ്കിലും എന്റെ പൊട്ടിയില്ലല്ലോ എന്നുള്ള ആ വലിയ അഹങ്കാരത്തോടെ അവരും മുമ്പിൽ വന്നെന്ന് പറഞ്ഞു, വന്ന് നിൽക്കുകയുണ്ടായി. അപ്രകാരം നിന്ന ആളുകളോട് ഈ MD ഇപ്രകാരം പ്രതിവചിച്ചു, എൻ്റെ പ്രിയമുള്ള സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യം ഒരിക്കലും മറന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, കുറെ ബലൂണുകൾ ഇവിടെ വച്ചിട്ടുണ്ട്, അത് കാലിൽ കെട്ടണം. ഒരു ടൂത്ത് പിക്ക് ഉണ്ട്, അത് കയ്യിൽ പിടിച്ച് ഞാൻ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക, തുള്ളിച്ചാടുക. ആ സമയത്ത് സ്വന്തം ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അതപ്പുറം പറഞ്ഞപ്പോഴും നിങ്ങൾ ഓർത്തില്ല, സ്വന്തം ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുമ്പോൾ അപരന്റെ ബലൂൺ പൊട്ടിക്കാതിരിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്, നിങ്ങൾ ഓർത്തില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വിജയാഹ്ലാദത്തോടെ, വളരെ അഹങ്കാരത്തോടെ, ഗർവോടെ നെഞ്ചു വിരിച്ച് ശിരസ് ഉയർത്തി നിന്ന് എല്ലാവരെയും തലകൾ കുമ്പിട്ടു. പ്രിയമുള്ളവരെ,
ഇവിടെ ആ എംറ്റി പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ പരാജയത്തിൽ നാം അഭിമാനിക്കരുത്, അതിൽ വിജയാഹ്ലാദം നടത്തരുത്. ഒരു പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകളായിരിക്കാം, എൻ്റെ അപ്പനായിരിക്കാം, എൻ്റെ അമ്മയായിരിക്കാം, എൻ്റെ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, എൻ്റെ അയൽക്കാരനായിരിക്കാം, അയൽക്കാരിയായിരിക്കാം, എൻ്റെ കൂട്ടുവിശ്വാസിയായിരിക്കാം. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ അവൻ അങ്ങനെ തന്നെ വരണം, അവൾക്ക് അങ്ങനെ തന്നെ വരണം, ആ വീട്ടുകാർക്ക് അങ്ങനെ തന്നെ വരണം. സ്വപ്നത്തിൽ പോലും നാം വിചാരിക്കരുത്. അതാണ് ശ്രേഷ്ഠത, അതാണ് താഴ്മ, അതാണ് എളിമ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, തന്നെ താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താഴ്ത്തുക എന്നുള്ളത് നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ്, പ്രവർത്തനം കൊണ്ടും രീതി കൊണ്ടും പെരുമാറ്റം കൊണ്ടും. ഉയർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. പരമാർത്ഥമായി, ആത്മാർത്ഥമായി, ഹൃദയംഗമമായി തന്നെ താഴ്ത്തുന്ന ആളുകളെ ദൈവം തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. കർത്താവ് ഇപ്പോഴെപ്പോഴും അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.